ടീച്ചറാണ്. ചൊവ്വാഴ്ച നിങ്ങളുടെ മാത്സിൻ്റെ എക്സാം ആണല്ലോ. പെട്ടെന്ന് നമുക്ക് റിവിഷൻ ചെയ്ത് നോക്കാം. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നറിയാമല്ലോ എക്സാമിനുള്ളത്? ആംഗിൾസ്, ആവറേജ്, ഫ്രാക്ഷൻസ് എന്നിവയാണ്. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സർക്കിൾ ഡിവിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതവിടെ സർക്കിൾ ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ കുത്തനെ ഒരു വര, അതായത് ഒരു നേർരേഖയും ഒരു കുത്തനെയുള്ള രേഖയും വരച്ച് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരേ നീളമുള്ള സെറ്റ് സ്ക്വയറിന്റെ 2 മൂലകളിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 45 ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 45 ഡിഗ്രി വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ എത്ര കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിനെ മുറിക്കാൻ പറ്റും? 8 ഈക്വൽ ഭാഗങ്ങളാക്കി മുറിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് ആംഗിൾ മെഷർ ചെയ്തതെങ്കിൽ നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ആംഗിൾ മെഷർമെന്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ഈ പ്രൊട്രാക്ടർ എന്ന് പറയുന്ന സാധനം. ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചതിനെ നമ്മൾ മട്ടം എന്നും പറയും, കോൺമാപിനി എന്നും പറയും, പ്രൊട്രാക്ടർ എന്നും പറയും. അപ്പോൾ ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട്. നോക്കിയ പ്രൊട്രാക്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ വരയിലേക്ക്. ടീച്ചർ അത് ചെയ്ത് കാണിക്കാം. ടീച്ചർ ഇവിടെ രണ്ട് വശങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന 2 ആംഗിൾസ് വരയ്ക്കാം. ഈ ആംഗിൾ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പ്രൊട്രാക്ടറിന്റെ ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ, ഈ സെന്റർ പോയിന്റ് ഈ കോർണറിൽ ആദ്യം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കുക, കോർണറിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇതാ ഈ ലൈൻ, ഈ പ്രൊട്രാക്ടറിന് ഒരു ബേസ് ലൈൻ ഉണ്ടല്ലോ, ഈ ബേസ് ലൈൻ കറക്റ്റായിട്ട് നമ്മൾ വരച്ച വരയുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം. കണ്ടോ? ആ വരയും പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈനും തമ്മിൽ കാണാൻ പാടില്ല. ഈ മൂലയിലായിരിക്കണം ഇതിന്റെ സെന്റർ പോയിന്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ വര ഇങ്ങോട്ട് പോയതുകൊണ്ട് ഈ 0 മുതൽ 2 സൈഡിലും 0 ഉണ്ട്. ഈ 0 മുതൽ കൗണ്ട് ചെയ്യണം. 0, 10, 20, 30, 40, 50, 60 വരെ എത്തിയില്ല. അപ്പോൾ 50 കഴിഞ്ഞിട്ടുള്ള ഓരോ ചെറിയ 51, 52, 53, 54, 55, 56, 57. ഈ ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് നിങ്ങൾ 57 ഡിഗ്രി എന്നുള്ളതിന് മുകളിലൊരു സിറോയിൽ ഇടണം. ഇനി തൊട്ട് മുകളിലുള്ള ചിത്രമാണെങ്കിൽ നോക്കിക്കേ, ഇത് നമ്മൾ ഈ കോർണറിൽ കൊണ്ടുപോയി സെറ്റ് സ്ക്വയർ വെച്ചു. ഈ വര എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലേക്ക് പോയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള 0 മുതൽ കൗണ്ട് ചെയ്യണം. 0, 10, 20, 30, 40, 50. ഇവിടെയാണ് 50 കഴിഞ്ഞിട്ട് ഒരു വരെ, അപ്പം 51 ആണ്. ഈ ഡിഗ്രി എത്രയാണ്? 51 ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി മെഷർ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അങ്ങനെ വരാൻ സാധ്യതയില്ല. നമ്മൾക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ഷീറ്റിലാണല്ലോ എഴുതേണ്ടത്, അറിഞ്ഞുകൂടാ, നോക്കാം. അങ്ങനെ വന്നെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുത്ത് കറക്റ്റ് കോർണറിൽ വെക്കുക. അതിനുശേഷം ഇവിടെ മുതൽ കൗണ്ട്, ഈ വര ഇങ്ങോട്ട് പോയതുകൊണ്ട് ഈ വലതുവശത്ത് നിന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വരെ 80 വരെയൊക്കെ എണ്ണിയതിന് ശേഷം പിന്നെ നിങ്ങൾ ആകെ ഇവിടുന്ന് ഇത് 90 കാണാതെ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിട്ടൊക്കെ എണ്ണി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. ശരിക്കും 80, 90, 100, 110 അങ്ങനെ തന്നെ കൗണ്ട് ചെയ്ത് പോകണം കേട്ടോ. ഇനി ലെസ് ദാൻ 90, വിച്ച് ആർ മോർ ദാൻ 90 ആൻഡ് വിച്ച് ആർ എക്സാക്ട്ലി 90 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതൊക്കെയാണ് 90-നേക്കാൾ കുറവുള്ളത്, ഏതാണ് 90, ഏതാണ് 90-നേക്കാൾ കൂടുതലുള്ളത്? അപ്പം കുത്തനെയുള്ള വര നമുക്ക് ഒരു പ്രൊട്രാക്ടറിൽ തന്നെ നമുക്ക് കാണാം അല്ലേ? കറക്റ്റ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്കുള്ളതാണ്. അപ്പോൾ എൽ ഷേപ്പ്, ഈ കോർണറിൽ എൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നവരൊക്കെ എത്രയാണ്? 90. അപ്പോൾ 90-യേക്കാൾ വലുത്, 90-യേക്കാൾ ചെറുത് എന്നുള്ള കോൺസെപ്റ്റ്. 90-നേക്കാളും വലുതാണ്, അതായത് അകത്ത് വിരിവ് കൂടിയാൽ അത് എബോവ് 90 ആണ്, അകത്ത് വിരിവ് കുറഞ്ഞാൽ ലെസ് ദാൻ 90 ആണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തോണേ. ഇനി നമുക്ക് പറയാനുള്ളത് നെയിമിംഗ് ഓഫ് ആൻ ആംഗിൾ ആണ്. അപ്പോൾ ആംഗിളിനൊരു പേര് കൊടുത്തു. ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു, സി. അപ്പോൾ ഈ ആംഗിളിൻ്റെ പേരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കണം. ആംഗിൾ എ ബി സി, ഇതിൻ്റെ പേര് ആംഗിൾ എ ബി സി എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. വേണമെങ്കിൽ സി ബി എ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആംഗിൾ സി ബി എ. അല്ലെങ്കിൽ
ആംഗിൾ ബി എന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഈ 3 രീതിയിൽ നമുക്ക് ഒരു ആംഗിളിൻ്റെ നെയിമിംഗ് നടത്താം. ഒരിക്കലും എ സി എന്ന് പറയുന്നത്, കാരണം ഇതിലേക്കുള്ളൊരു പാലമൊന്നുമില്ല, അതുകൊണ്ട് എ സി എന്ന് പറയുന്നത് ശരിയല്ല. എ ബി സി ഓർ അതർവൈസ് സി ബി എ ഓർ ആംഗിൾ ബി, ഇങ്ങനെയാണ് ഒരു ആംഗിളിൻ്റെ പേര് നമ്മൾ കൊടുക്കേണ്ടത്.